പടം തീ, ഒരു രക്ഷയില്ല. വിഷ്വൽ എഫക്ട് എല്ലാം കൊണ്ടും തീയാണ് പടം. എല്ലാം കൊണ്ടും ഒക്കെയാണ്, തീയാണ്. അടിപൊളി. നല്ല പടം, നല്ല പടം. ഇതിലും ഒന്നും പറയാനല്ല, സൂപ്പർ ഹിറ്റ്. നല്ല പടമായിരുന്നു, കുഴപ്പമില്ല, അടിപൊളി അടിപൊളി. രക്ഷയില്ല. സൂപ്പർ സൂപ്പർ അടിപൊളി. ഞങ്ങളുടെ പടമാണ്, ഞങ്ങൾ ഡബിംഗ് ഡയറക്ടേഴ്സ് ആണ്. എന്റെ പേര് അശ്വിൻ ഖനാൽ. ഇതാണ് ഹീറോയ്ക്ക് ഡബ് ചെയ്താണ്, ഋഷഭ് ഷെട്ടിക്ക് ഡബ് ചെയ്ത ആളാണ്. മലയാള റൈറ്റർ ഡബിംഗ് ഡയറക്ടറാണ് അശ്വിൻ ഖനാൽ. ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് നിർമ്മൽ. പടത്തിന്റെ ഓളിനോളാണ്. എല്ലാവരുടെ അഭിപ്രായം നിങ്ങളെ ചോദിക്കുന്നത്. വളരെ പ്ലസന്റ് ഫീലിംഗ് ആണ്, ഭയങ്കര അടിപൊളി. എന്താ പറയാ, ഒരു വിസ്മയമായിരുന്നു ഇപ്പൊ കണ്ടത്. നാല് സ്ക്രീനിൽ കിടക്കാണ് ചോദിക്കില്ല, ഒന്നും കണ്ടില്ലായിരുന്നു. അത് നമ്മളെല്ലാം ബ്ലാങ്കില്ല. അദ്ദേഹത്തിന്റെ പോർഷൻ മാത്രമേ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് സിനിമ എന്തെന്നോ കഥ എന്തെന്നോ അറിയില്ലായിരുന്നു. പക്ഷെ കണ്ട് എന്താ പറയാ, ആ എക്സൈറ്റ്മെന്റ് മാറുന്നില്ല. എന്ത് കണ്ടത് എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. നല്ല ഫീഡ്ബാക്ക് തരിക. അല്ല, ഇതാണ് നിങ്ങൾ കണ്ടോ? ഐ മീൻ എന്താ അഭിപ്രായം? നിങ്ങൾ കണ്ടില്ലേ? യെസ് ബ്രോ. സോറി, ഒറ്റയായിട്ട് കാണിച്ചില്ലായിരുന്നു. ഡബ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഋഷഭ് സാറിന്റെ പോർഷൻസ് മാത്രമായിരുന്നു കാണിച്ചിരുന്നത്. ഇവരായിരുന്നു ഡബിംഗ് ഡയറക്ടേഴ്സ് രണ്ടുപേരും, അശ്വിൻ ആൻഡ് നിർമ്മൽ. എന്റെ പേര് സുരാജ്, റേഡിയോ ജോക്കിയാണ് റെഡ് FM-ലെ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വലിയൊരു സംഭവമാണ്. കാരണം അദ്ദേഹം ആദ്യം ചെയ്തത് ചാപ്റ്റർ 2, അത് സക്സസ് ആയി. ചാപ്റ്റർ 1-ലേക്ക് വരുമ്പോൾ ഒരു സീക്വലാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഓരോ സീനും എനിക്ക് തോന്നുന്നു ഒരുപാട് ടേക്സ് പോയിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ കഥ എന്തെന്നോ അല്ലെങ്കിൽ അടുത്ത സീൻ എന്തെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. നമ്മളുടെ സീൻ കഴിയുമ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഋഷഭ് സാറിന്റെ സീൻ കഴിയുമ്പോൾ ഇവർ സ്ക്രീൻ ഓഫ് ചെയ്യും. ഇവർ മാത്രമാണ് സിനിമ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നാണ് ഞാൻ കണ്ടത്. ഐ എം സോ എക്സൈറ്റഡ്, ഐ എം സോ ഹാപ്പി. ഒരു രക്ഷയില്ല. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായതിൽ താങ്ക് യു സോ മച്ച് അശ്വിൻ ആൻഡ് നിർമ്മൽ. താങ്ക് യു. ഫൈറ്റ് കൊള്ളായിരുന്നു, വണ്ടിന് കുഴപ്പമില്ല, നല്ലതായിരുന്നു കേട്ടോ. ജയറാം വേറെ ഒരു ലെവലിലേക്ക് മാറി. സെക്കൻഡ് ഹാഫ് നല്ലത്, രണ്ടും നല്ലതായിരുന്നു കേട്ടോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. കാന്താര ഫസ്റ്റ് ഇറങ്ങുന്നത്. ചാപ്റ്റർ 2 ഇപ്പോൾ 1 ഇറങ്ങിയിട്ടുണ്ട്. 2025-ലാണ്. 3 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഒരു സിനിമയാണ്. എന്തായാലും ഋഷഭ് ഷെട്ടി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഡയറക്ടറും നല്ലൊരു ആക്ടറുമാണ്. ഇതൊരു വിശ്വാസ സിനിമ തന്നെയാണ്. ഇത് ദയവേത് ഞാൻ പറയുന്നത്, സിനിമ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമുക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റുന്ന അടിപൊളി സിനിമയാണ്. ഇതെല്ലാം മതസ്ഥർക്കും കാണാം. അവരുടെ വിശ്വാസത്തിലേക്ക് പോയാൽ, അവരുടെ ദൈവത്തിലേക്ക് അത് കണ്ടാൽ മാത്രം മതി. ഇതൊരു വേടനായിട്ടുള്ള ദൈവമാണ് നമ്മൾ ശിവൻ എന്ന് പറയുന്ന ഒരു ഭക്തി. അതിൻ്റെ പല രൂപങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നാടൻ കലാരൂപങ്ങളുണ്ട്, നാടൻ പാട്ടുകൾ, ആദിവാസി സമൂഹം, ഇവിടുത്തെ രാജഭരണം, എല്ലാത്തിനെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതെന്തായാലും നല്ല രസമുള്ള സിനിമയാണ്. ഇദ്ദേഹത്തെ രാജമൗലി ഇപ്പോൾ ഉള്ള ഡയറക്ടർ കയ്യിൽ കിട്ടാന്നുണ്ടെങ്കിൽ മികച്ച സിനിമകൾ കിട്ടും. ഇവിടുത്തെ യാഷുണ്ട്, പ്രഭാസുണ്ട്, ഇവരുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ് ഇദ്ദേഹം. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, നമുക്ക് തോന്നും. നമ്മളൊരു ആക്ടറിൽ കാണാൻ ഭംഗിയല്ല നോക്കുന്നത്, കഴിവാണ്, അഭിനയിക്കാനുള്ള കഴിവ്. ഇദ്ദേഹത്തിന് അതെല്ലാം ഉണ്ട്, എല്ലാ രസങ്ങളും ഇല്ല. VFX എല്ലാം അടിപൊളിയായിരുന്നു. VFX അങ്ങനെ ഒന്നും മോശമില്ല, എല്ലാം അടിപൊളിയായിരുന്നു. എന്താ പറയാ, ഇപ്പൊ ഈ ഒരു വർഷം ഇറങ്ങിയ ഒരു ബെസ്റ്റ് VFX മൂവിയാണ് ഇപ്പൊ ഇന്ന് ഇറങ്ങിയത്. ഇല്ല, ഒരിക്കലില്ല. കാരണം എന്താ പറയാ, അതൊരു സെറ്റിൽ എടുത്തതാണ്. ഐ മീൻ ഒരു ഗ്രീൻ സ്ക്രീൻ എടുത്തതൊന്നും തോന്നിയിട്ടേ ഇല്ല. അതൊരു ഫുൾ സെറ്റഡ് തന്നെ തോന്നിയത്. ആ ഒരു ഫസ്റ്റ് ആണ് ലാസ്റ്റ് ക്ലൈമാക്സ് വരെ ആണെങ്കിലും ലൈക്ക് അങ്ങനെ തോന്നിയത്. ഇതാണ് കുറച്ചുകൂടെ എൻഗേജ് ആയത്. ഫസ്റ്റ് നമ്മൾ ഫുൾ ഡ്രാമ പോലെയാണല്ലോ, ഇത് ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് എന്താ പറയാ, ത്രൂ ഔട്ട് നമ്മൾ കണ്ണൊന്നും ഇങ്ങോട്ട് എടുക്കാൻ സമ്മതിക്കില്ല. ത്രൂ ഔട്ട് നമ്മൾ നോക്കിയിരിക്കാൻ നോക്കുള്ളൂ. ചാപ്റ്റർ 1-ലെ സംഭവം അറിയാലോ, ആ ഒരു സംഭവം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഭയങ്കര നന്നായിട്ടുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാനതിലൊരു ഭോഗേന്ദ്ര എന്നുള്ള ക്യാരക്ടറിന് ശബ്ദം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ ഇതിൽ ഡബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്.
പടം എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണണം. ഗംഭീര പടം, ഗംഭീരമായിട്ടുണ്ട്. നമ്മളെ ഡബ് ചെയ്യുമ്പോൾ പോലും നമുക്കറിയില്ലായിരുന്നു ഇത് ഇത്രയും വലിയൊരു സിനിമയാണ്. ഡബ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഞെട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മ്യൂസിക്കും എല്ലാം കൂടി വന്നപ്പോൾ ഗംഭീര മൂവി. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണാം. ഇതറിയാം, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവില്ല. നമ്മുടെ സ്ക്രീനിലേക്ക് തന്നെ നമ്മള് സാധാരണ ഒരു സിനിമ കാണുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നത് കേട്ടിട്ടാണ് ചിലരെ കൈയടിക്കുക. ഇത് നമ്മൾ അതിലേക്ക് അങ്ങ് ലയിച്ചു പോകും. കാരണം ഞാൻ ഈ പടത്തിനെ ഭയങ്കര ഓവറായിട്ട് പൊക്കുന്നതല്ല, നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഒരുപാട് നായക കഥാപാത്രങ്ങൾ, ഇപ്പൊ കങ്കുവേല് സൂര്യക്കൊക്കെ ശബ്ദം കൊടുത്ത ദൈവമാണ്. ഒരുപാട് നമ്മൾ മലയാളികൾ കണ്ടേക്കുന്ന പല സിനിമകളുടെയും മെയിൻ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തേക്കുന്ന ആളാണ് നിൽക്കുന്നത്. താങ്ക് യു. ജസ്റ്റ് ഒരു 1 വീക്കിന്റെ ഉള്ളിൽ 1000 കോടിയാണ് ഈ പടം. അത്രക്കും കിഡിലൻ, ഒരു രക്ഷയില്ല. നമ്മളൊരു വേറെ ലോകത്താണ് ഈ പടത്തിലുള്ളത്. നമ്മൾ അവസാനം ഒരു 30 മിനിറ്റ് നമ്മളെ വേറൊരു ലോകത്തേക്കാണ് ഈ പടം കൊണ്ടുപോകുന്നത്. ഒരു രക്ഷയില്ല. ഋഷഭ് ഷെട്ടിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, എടുത്തു പറയേണ്ടതാണ്. അതേപോലെ ആക്ടിങ്, അതേപോലെ ഇതില് പിന്നെ മേക്കിംഗ്, VFX എല്ലാം അൺബിലീവബിൾ. എല്ലാം പെർഫോമൻസ്. നമ്മൾ പറഞ്ഞില്ലേ, ആ പുള്ളി നമ്മളൊരു വേറെ ലോകത്തേക്ക് കൊണ്ടുപോവാണ്. കാരണം ആ പടത്തിന്റെ ഒരു 1/2 മണിക്കൂർ നമുക്ക് ഒരു രക്ഷയില്ല, നമ്മൾ വേറെ ഏതോ ലോകത്തിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഒരു ദഹിച്ചില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് നമ്മൾ പടം കത്തിക്കേറി. ആ ഒരു വേറെ ലെവൽ, സൂപ്പറായിട്ടുണ്ട് എല്ലാം കൊണ്ട്.